നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. രാവിലെ എണീറ്റു. നിവേദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞു. സ്കൂളിൽ ദോശയും ചമ്മന്തി ഉണ്ട്, വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അവിടെ നിന്ന് കഴിച്ചു. ഏട്ടന് അപ്പവും ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു. അത് എനിക്ക് സ്റ്റീൽ കട്ട് ഓട്സിൽ ഞാനൊരു സൂത്രം കണ്ടുപിടിച്ചു കേട്ടോ. നമ്മൾ വെള്ളത്തിയിട്ട് കുതിർത്താലും അത് വേവുന്നില്ല. ഇന്ന് ഞാൻ വെള്ളത്തിയിട്ട് കുതിർത്തുമില്ല. അതിൻ്റെ കവറിൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാനും എഴുതിയിട്ടില്ല കേട്ടോ. അപ്പോൾ വെറുതെ വാഷ് ചെയ്യാണ്ട് വെള്ളത്തിലിട്ട് കുതിർക്കാണ്ട് ഞാൻ ഡയറക്റ്റ് വെജിറ്റബിൾസ് കടുക് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിട്ട് വേവിച്ചു കേട്ടോ. അപ്പോൾ നല്ല തുറുതുറാന്നിരുന്നു. മീൻസ് ഇങ്ങനെ കുഴഞ്ഞല്ലേ അല്ലെങ്കിൽ ഇരിക്കുന്നത്, കുഴയാണ്ട് നല്ലതായിട്ട് കിട്ടി. 5 വിസിൽ കൊടുത്തു. പക്ഷെ എന്നിട്ടും വെന്തിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല തുറുതുറാന്നിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇന്നലെ കാണിച്ച വീഡിയോയിൽ അതുകൊണ്ടൊന്ന് പറഞ്ഞതാണ്. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. അകത്ത് ഡോബി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താണ്, പിന്നെ വേറൊന്നുമില്ല. ഉച്ചയ്ക്ക് ഞാൻ ചിക്കൻ കറി വെച്ചു. ഇന്നലെ വാങ്ങി ചിക്കൻ കറി വെച്ചു. ചപ്പാത്തി ഇരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് എനിക്ക്. ഏട്ടന് പാവയ്ക്ക മെഴുക്കുവരട്ടി വെച്ചു, മീൻകറി വെച്ചു, ചോറ് വെച്ചു. വേദയ്ക്ക് എന്താ കൊടുത്തുവിട്ട്, വേദയ്ക്ക് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയതിരുന്നു. അതിനെ ചൂടാക്കി അതിനെ എഗ് റൈസ് ആക്കി കൊടുത്തു വിട്ടു വേദയ്ക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഡിന്നറും വിശേഷം എന്ന് പറയുന്നത്. പറ്റുവാണെങ്കിൽ ഇന്ന് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യണം. നമ്മൾ 19-ആം തീയതി പോവുകയാണ്. അപ്പോൾ ഞാൻ കരുതി നമ്മൾ എന്തായാലും ക്രിസ്മസിനൊന്നും ഇവിടെ ഉണ്ടാവില്ല. ന്യൂ ഇയറൊക്കെ കഴിഞ്ഞിട്ട് മിക്കവാറും എല്ലാം എത്തത്തുള്ളൂ. അപ്പോൾ ഞാൻ കരുതി വെറുതെ വയ്ക്കണ്ടെന്ന് കരുതി. അപ്പോൾ വേദയ്ക്ക് ഭയങ്കര വിഷമം. അപ്പുറത്ത് ദിയൊക്കെ ഒരുക്കുന്ന കണ്ടിട്ട് വേദയ്ക്ക് സഹിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നോ നാളെ ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ ഇന്നൊരു ചെറിയ ക്രിസ്മസ് ഡെക്കറൊക്കെ ചെയ്യാമെന്ന് കരുതി. ട്രീ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ പോകുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ ചെയ്യാതിരുന്നത്. പറ്റുകയാണെങ്കിൽ അത് ചെയ്യണം. പിന്നെ ഇന്നലെ ഷോപ്പിങ്ങിന് പോയിട്ട് വാങ്ങാൻ മറന്നു പോയ വീട്ടിലെ ആവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഇന്നലെ ഞാൻ എനിക്കുള്ള സാധനങ്ങളാണ് വാങ്ങാൻ പോയത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഇത് വാങ്ങണമെന്നുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. ഇന്ന് രാവിലെ, അതായത് പുട്ടുപ്പൊടിയൊക്കെ ഇല്ലയെന്ന് എത്ര ദിവസം കൊണ്ട് ഞാൻ പറയുമെന്നറിയോ, എന്നിട്ട് ഞാൻ മറന്നു. രാവിലെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് പുട്ടുപ്പൊടി ഇല്ല. പിന്നെ അരി ഉഴുന്നൊക്കെ ഇടാൻ നോക്കിയപ്പോൾ ഒന്നുമില്ല. പിന്നെ ഏട്ടൻ ഉഴുന്ന് വാങ്ങിച്ചുകൊണ്ട് തന്നു. ഇത്ര ദിവസമായെന്നറിയോ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടതുകൊണ്ട് ഉഴുന്നേട്ടൻ വാങ്ങിയിട്ട് വന്നു. വെള്ളത്തിൽ ഇട്ടാലല്ലേ വൈകിട്ട് നമുക്ക് അരച്ച് വയ്ക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ പുട്ടുപ്പൊടി, ഒരു ചൂലില്ല ശരിക്കും പറഞ്ഞാൽ, ചൂല് വാങ്ങണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഡോബി വർക്ക് കഴിഞ്ഞ് ചാർജിങ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. വൈകിട്ട് ഷോപ്പിംഗ്, ചെറിയൊരു കുഞ്ഞ് വീട്ടിൽ 1-2 സാധനങ്ങൾ, പുട്ടുപ്പൊടി, ഇടിയപ്പം പൊടി, ചൂല്, ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കണം. പിന്നെ മുറ്റം തൂക്കണ ചൂലില്ല, അതും വാങ്ങിക്കണം. ചൂലൊക്കെ ഇല്ല കേട്ടോ, കമ്പ് വെച്ചാണ് ഞാൻ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ വാങ്ങണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അഗാരോ ഇലക്ട്രിക് സ്പിൻ മോപ്പ് വിത്ത് വാട്ടർ സ്പ്രേയർ ആൻഡ് LED ലൈറ്റ്. ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു മെയിൻ യൂണിറ്റ്, ഹാൻഡിൽ, എക്സ്റ്റൻഷൻ റോഡ്, അഡാപ്റ്റർ, മെഷറിംഗ് കപ്പ്, 4 മോപ്പ് ഫൈബർ പാഡ്സ്, 1 പെയർ ഫോർ വെറ്റ് ക്ലീനിങ് ആൻഡ് 1 പെയർ ഫോർ ഡ്രൈ ക്ലീനിങ്. ഇത് നമ്മുടെ വീട്ടിൽ ഏറ്റവും ആവശ്യവും ഉപകാരവുമുള്ള ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ സ്വിവൽ ഹാൻഡിൽ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് എല്ലായിടത്തും എത്താൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനൊരു എക്സ്റ്റൻഷൻ റോഡുണ്ട്. നമ്മുടെ ഹൈറ്റിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാവുന്നതുമാണ്. ഇതിൽ വരുന്നത് ഒരു സ്പ്രേ ബട്ടണും ഒരു പവർ ബട്ടണുമാണ് വരുന്നത്. ലോങ് പ്രസ് സ്പ്രേ ബട്ടണിൽ കൊടുത്താൽ വാട്ടർ സ്പ്രേ ആവുകയും ചെയ്യും. പവർ ബട്ടണിൽ കൊടുത്താൽ പവർ ഓൺ ആവുകയും ചെയ്യും. 4 hours ചാർജ് കയറിയാൽ നമുക്ക് 50 minutes വരെ യൂസ് ചെയ്യാനും പറ്റും. ഇതിനോടൊപ്പം ഒരു മെഷറിംഗ് കപ്പ് വരുന്നുണ്ട്. ഇതിന് 175 ml കപ്പാസിറ്റി വരുന്ന വാട്ടർ ടാങ്കാണുള്ളത്. ഫിൽറ്റർ ചെയ്തത് അല്ലെങ്കിൽ പ്യൂരിഫൈഡ് വാട്ടറാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് ക്ലീനിങ്ങിന് പറ്റിയൊരു പെർഫെക്റ്റ് സൊല്യൂഷനാണ്. ഇതിൻ്റെ ഡ്യൂറബിൾ സ്പിന്നിങ് ഹെഡ്സ് വിത്ത് 150 RPM ആണ്. So you can experience efficient and swift cleaning with the rotation speed of 150 rounds per minute. Effortlessly lifts dirt, leaving your floor spotless. ഇത് നമുക്ക് നമ്മുടെ വുഡൻ ഫ്ലോർ, ടൈൽസ്, ഹാർഡ് ഫ്ലോർ, കിച്ചൺ, ഓഫീസ് യൂസ് എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് അഗാരയുടെ ഈ ഒരു ഇലക്ട്രിക് സ്പിൻ മോപ്പ് എന്ന് പറയുന്നത്. ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു വാട്ടർ സ്പ്രേയർ ഓപ്ഷൻ കൂടി ഉള്ളത് കൊണ്ട് വളരെ യൂസ്ഫുൾ ആട്ടോ. നമുക്ക് എപ്പോഴും ഈ വെള്ളത്തിൽ മുക്കിയിട്ട് പിഴിഞ്ഞു കൊണ്ടുവന്ന് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. ഒപ്പം തന്നെ LED ലൈറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് രാത്രിയൊക്കെയാണ് നമ്മളിപ്പോൾ ലൈറ്റ് ഇല്ലാത്ത സ്ഥലം
സ്ഥലത്തൊക്കെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ വരികയാണ് എങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇതിലൊരു LED ലൈറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇത് ഭയങ്കര ഈസി ആയിട്ട് ഇപ്പോൾ നമ്മുടെ സോഫ സെറ്റിൻ്റെയോ ഒക്കെ അടിയിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പക്ഷേ ഇതിൻ്റെ സ്വീവൽ ഹാൻഡിൽ നമുക്ക് ഈസി ആയിട്ട് എല്ലായിടത്തും ഫ്ലെക്സിബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമുക്ക് ഇതിൻ്റെ വെറ്റ് ആയിട്ടുള്ള പാഡ് മാറ്റിയ ശേഷം ഡ്രൈ ആയിട്ടുള്ള പാഡ് വയ്ക്കാം. എന്നിട്ട് വെറ്റ് ആയിട്ടുണ്ടായിരുന്ന ഫ്ലോറ് നമുക്ക് ഒന്ന് ഡ്രൈ ആയിട്ട് മോപ്പ് ചെയ്യാവുന്നതാണ്. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഫ്ലോറൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആവും കേട്ടോ. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ എന്തെങ്കിലും കറയൊക്കെ ഒട്ടിപ്പിടിച്ച് കിടപ്പുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആവും. അഥവാ പോയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അടിപൊളിയായിട്ട് ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനി ഇതിനെ ഒന്ന് ഇരുട്ടത്ത് ഒന്ന് വർക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ലൈറ്റ് ഇട്ടില്ലെങ്കിലും നല്ല രീതിയിൽ വെട്ടം കാണുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ വെട്ടമില്ലാത്തൊരു സ്ഥലത്ത് വന്നു നമുക്ക് നമ്മുടെ ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് തോന്നിയാലും അടിപൊളി ലൈറ്റാട്ടോ ഇതിനുള്ളത്. നല്ല രീതിയിൽ അത് ക്ലീൻ ആവുന്നത് നമുക്ക് ആ വെട്ടത്തിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കെച്ചപ്പോ ടീയോ കോഫിയോ ഒക്കെ വീണമെന്ന് വെച്ചോളൂ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. കുറച്ച് കെച്ചപ്പ് ഒഴിച്ചിട്ട് ഒന്ന് ഫ്ലോർ ക്ലീൻ ചെയ്ത് നോക്കിയതാണ്. നല്ല പെട്ടെന്ന് തന്നെ അടിപൊളിയായിട്ട് ക്ലീൻ ആയി കേട്ടോ. നമ്മളിനി മറ്റുള്ള സാധനമൊക്കെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്താലും ഇത്രയും പെട്ടെന്ന് ഇത്രയും നീട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഭംഗിയായിട്ട് അവിടെ ക്ലീൻ ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ക്ലീനിങ്ങിന് പറ്റിയൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ തന്നെയാണ് ഈ ഒരു ഇലക്ട്രിക് സ്പിൻ മോപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പാഡ് ക്ലീൻ ചെയ്യാനാണെങ്കിലും ഭയങ്കര എളുപ്പമാട്ടോ. ജസ്റ്റ് വാട്ടറിൽ ഇങ്ങനെ കാണിച്ചാൽ മാത്രം മതി. ഗാരയുടെ ഈ ഒരു കിഡിലം മോപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഷോപ്പ് ചെയ്യാവുന്നതാണേ. ഒരു പക്ഷേ എൻ്റെ ചൂലിൻ്റെ അവസ്ഥ നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. ഇതാണ് ചൂലിൻ്റെ അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡോപ്പി ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഡോറിൻ്റെ ബാക്ക് സൈഡും സ്റ്റെപ്പും ഒക്കെ അടിച്ച് വരാൻ മാത്രം മതി. അതുകൊണ്ടാണ് ഇത് ഒരു വർഷം കൊണ്ട് ഈ ചൂല് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ മുറ്റടിച്ച് വരുന്നത് ആവശ്യമുണ്ട്. പക്ഷേ അതും വാങ്ങാണ്ട് ഇങ്ങനെ നടക്കുകയാണെന്ന് അതെങ്കിലും വാങ്ങിക്കണം. നിങ്ങളുടെ വീട്ടിലും ചൂലിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണോ? എങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ ലഞ്ച് ഞാനൊന്ന് കാണിച്ചു തരാവേ. എൻ്റെ ചിക്കൻ കറി എനിക്കങ്ങനെ കറിയായിട്ട് വെക്കുന്നതാണ് ഇഷ്ടം. ചിക്കൻ മസാല മാത്രം ഇട്ട് കടുകൊന്നും, അതായത് എണ്ണയൊന്നും ഒഴിക്കാണ്ട് കുക്കറിലിട്ട് ഒരു വിസിൽ കേൾപ്പിക്കുക. തക്കാളിയും ഉള്ളിയും ചിക്കൻ മസാലയും ചിക്കനും ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം ഇട്ടിങ്ങനെ വേവിക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. കുറച്ച് കറിവേപ്പിലയിട്ട് പാവയ്ക്ക മെഴുക്കുവരട്ടി, മീൻ കറി, പിന്നെ എൻ്റെ ചപ്പാത്തി, പിന്നെ സാലഡ്. പിന്നെ അതേ അരി ഉഴുന്നും കുറേ നാളിന് ശേഷം വെള്ളത്തിട്ടൊക്കെയാണ് ഇന്ന് വൈകുന്നേരം അതിന് അരച്ചെടുക്കണം. അപ്പം നാളെ ഇഡ്ഡലിയോ ദോശയോ ആയിരിക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. മാവിൻ്റെ ഭംഗി പോലെ ഇരിക്കും ഇഡ്ഡലി വേണോ ദോശ വേണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും എനിക്ക് ചപ്പാത്തി, ഏട്ടൻ എന്താണെന്നുള്ളത് ചോറാണ്. ചോറ് റൈസ് കുക്കറിൽ കിടക്കുന്നതേ ഉള്ളൂ, വെന്തിട്ടില്ല. കുറച്ച് സമയം കൂടെ വേണം എങ്കിലേ നമുക്ക് ചോറാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ചിക്കൻ കഴിക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു, അയ്യോ ചേട്ടന് കൊടുത്തില്ലല്ലോ ചിക്കൻ്റെ കറി എന്ന് പറഞ്ഞിട്ട്. ഏട്ടന് ബ്രോയിലർ ചിക്കനൊന്നും ഇഷ്ടമല്ല, ചിക്കനേ പൊതുവേ ഇഷ്ടമല്ല. പിന്നെ നാടൻ കോഴിയാണെങ്കിൽ കുറച്ച് കഴിക്കും. അതുകൊണ്ട് ചിക്കനൊന്നും ഏട്ടന് നിർബന്ധമില്ല. എനിക്കും വേദയ്ക്കാണ് ചിക്കൻ. ഞങ്ങൾക്ക് പോത്തിനോട് വലിയ താല്പര്യമില്ല. ഏട്ടന് പോത്ത് ബീഫൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മട്ടനും വലിയ ഇഷ്ടമല്ല. ചിക്കനാണെങ്കിൽ സൂപ്പറാണ്. ഉച്ചഭക്ഷണം എല്ലാം കഴിഞ്ഞൊരു കുഞ്ഞു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴേക്കും സമയം 4 അപ്പോൾ നമ്മൾ അരി ഉഴുന്നും കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കുതിർന്ന് വന്ന് രാവിലെ ഇട്ടതാട്ടോ. വൈകുന്നേരം അപ്പോൾ അരക്കാനുള്ള സമയമായി. എണീറ്റപ്പാടെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ അരി ഉഴുന്നും അരയ്ക്കാനായിട്ട് ഇട്ടു. അങ്ങനെ ആദ്യം അരി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അടുത്ത് ഉഴുന്ന് അരയ്ക്കാനായിട്ട് ഇടുകയാണ്. വേദയാണ് വീഡിയോ എടുക്കുന്നത്. വേദ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടി കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി സാമ്പാറും ഈ അരി ഉഴുന്നും അരയ്ക്കുന്ന ഇഡ്ഡലിയും ദോശ ഉണ്ടാക്കുന്നത് ഈ അരി ഉഴുന്നും അരയ്ക്കുന്ന പാട് കരുതിയിട്ട് മാവ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ വാങ്ങുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ അരച്ച് വയ്ക്കും. ഇപ്പോൾ കുറേ നാളായിട്ട് അരപ്പൊന്നുമില്ല, സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് മടിയും കൂടെ ആയിട്ടാണ് സാധനം നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്.
മാവ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മാവ് വാങ്ങിക്കുമ്പോൾ ഒരു ദിവസമൊക്കെ പിന്നെയും കൊള്ളാം, പിന്നീടൊന്നും അത് എടുക്കാൻ കൊള്ളത്തില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ കരുതി മാവ് വാങ്ങിക്കണ്ട, കുറച്ചായാലും അരി ഉഴുന്ന് അരയ്ക്കാമെന്ന് കരുതി. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരു 1-2 ദിവസത്തേക്ക് മാത്രമേ എടുക്കാൻ പാകത്തിന് ഇട്ടിട്ടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ 19-ാം തീയതി നമ്മൾ പോവുകയാണ്. അപ്പോൾ പിന്നെ ഒരുപാട് അരച്ച് വെച്ചാലും വേസ്റ്റായി പോകുന്നതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, അരി ഉഴുന്നും അരച്ച് വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകിട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കാൻ ടെൻഷനില്ല. മറ്റേത് രാവിലെ എഴുന്നേറ്റ് എന്തുണ്ടാക്കാം, മാവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം എന്നൊരു ഇതുണ്ടാവും കേട്ടോ. ഒന്നുമില്ലെങ്കിൽ വലിയ പാടാണ്. പിന്നെ എന്നും ഇഡ്ഡലിയും ദോശ ആകുമ്പം മുഖം കറക്കുകയും ചെയ്യും എല്ലാവരുടെയും. പക്ഷേ മാവുള്ളപ്പോൾ അതൊരു സന്തോഷമാണ്. നമുക്ക് വീട്ടിൽ മാവുണ്ടല്ലോ, പെട്ടെന്നൊരു ഇഡ്ഡലിയോ പെട്ടെന്നൊരു ദോശയൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ. എന്നിട്ട് അരി ഉഴുന്നും അരച്ച ശേഷം, ഞാൻ അരി ഉഴുന്നും അരയ്ക്കുന്ന സമയം ഏട്ടൻ വേഗത്തെ ട്യൂഷനാക്കിയിട്ട് വന്നിട്ട് ഞാൻ തൊട്ടടുത്തുള്ള മാർജിൻ ട്രീയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, പുട്ടുപ്പൊടി, ഇടിയപ്പത്തിൻ്റെ മാവ് സാധാരണ ഞാൻ എല്ലാം അരിയൊക്കെ വാങ്ങിച്ച് പൊടിക്കാറാണ് പതിവ്. ഈ പറഞ്ഞ പോലെ മെനക്കെടാൻ വയ്യാത്തത് കൊണ്ട് സമയം ഇപ്പോൾ തീരെ കിട്ടുന്നില്ല. മുന്നേയൊക്കെ നിറയെ സമയം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒട്ടും സമയം കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ട് കരുതി അരി മാവ് വാങ്ങിക്കാമെന്ന്. ഈ അജ്മിയുടെ അതിൻ്റെ പരസ്യമൊന്നുമില്ല കേട്ടോ, ഞാൻ എപ്പോഴും പറയും. അജ്മിയുടെ പുട്ടുപ്പൊടിയും അജ്മിയുടെ ഇടിയപ്പത്തിൻ്റെ മാവ് ഞാൻ വാങ്ങിച്ചിട്ടില്ല, പുട്ടുപ്പൊടിയുടെ മാവ് വാങ്ങിച്ച് നല്ലതായിരുന്നു കേട്ടോ. ഞാൻ പൊങ്കാലയ്ക്കൊക്കെ നമ്മുടെ ഈ തെരളിയപ്പം ഒക്കെ ഉണ്ടാക്കുന്നത് ഈ അജ്മിയുടെ പുട്ടുപ്പൊടി വെച്ചാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ദിവസം പുട്ടുണ്ടാക്കിയപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വാങ്ങാമെന്ന് കരുതി. ആദ്യം ഞാൻ വലിയ പാക്കറ്റ് എടുത്തു, പിന്നെ ഞാൻ കരുതി കുഞ്ഞു പാക്കറ്റ് എടുത്താൽ മതി. കാരണം നമ്മളിനി പോവുമല്ലേ, പോയിട്ടൊക്കെ വരുമ്പോൾ ചീത്ത ആവണോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് കുഞ്ഞു പാക്കറ്റ് പുട്ടുപ്പൊടി എടുത്തപ്പോൾ തൊട്ടടുത്ത് തന്നെ ഇടിയപ്പത്തിൻ്റെ മാവ് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇടിയപ്പത്തിൻ്റെ മാവ് കൂടി ഒരെണ്ണം എടുത്തു. പിന്നെ ചിക്കൻ മസാല നോക്കി, ഞാൻ പറഞ്ഞില്ല എനിക്ക് ചിക്കൻ മസാല മാത്രം ഇട്ട് വയ്ക്കുന്ന ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. ഇന്നത്തെ ചിക്കൻ കറി കൂട്ടി നോക്കിയപ്പോഴേ ചിക്കൻ മസാല ലേശം കൂടിപ്പോയി. ഉള്ള പൊടിയെല്ലാം കൂടി തട്ടിയിട്ട് ഒരുമാതിരി കയ്പും എരിവും കാരണം വായി തൊടാൻ വയ്യട്ടോ. കറി കുളമായിപ്പോയി. ചിക്കൻ നല്ല രീതിയിൽ വയ്ക്കാൻ ശ്രമിച്ചതാണ്, കുളമായി. പക്ഷെ ഞാൻ അങ്ങനെ വയ്ക്കാറുണ്ട്. ഇന്ന് ഒരു ആവശ്യത്തിന് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നുള്ളൂ, ചിക്കൻ പൊടി കൂടിപ്പോയി കേട്ടോ. അങ്ങനെ ഒരുമാതിരി ആയിപ്പോയി. അങ്ങനെ ചിക്കൻ മസാല നോക്കിയപ്പോഴേക്കും ചിക്കൻ പെപ്പർ മസാല ഇരിക്കുന്നു. അങ്ങനെ അതും ഒരു പാക്കറ്റ് വാങ്ങി. അടുത്ത മെയിനായിട്ട് ഞാൻ വാങ്ങാൻ വന്നത് ചൂലാണ്. എത്ര ദിവസം കൊണ്ട് വാങ്ങണമെന്ന് കരുതുന്നു എന്നറിയോ, മറന്നു പോകും. അതുകൊണ്ടാണ് പിന്നീട് വരുമ്പോൾ മറന്നു പോകും, വാങ്ങണമെന്നൊക്കെ പറഞ്ഞ് വരും. ഇന്നിപ്പോൾ രണ്ടും കൽപ്പിച്ച് വാങ്ങിയാലേ പറ്റത്തുള്ളൂ എന്ന് കരുതിയിട്ട് വന്നതാണ്. വീഡിയോയിൽ അതിൽ ആ കമ്പിൽ 2-3 ഇതെങ്കിലും ഉണ്ട് കേട്ടോ. പക്ഷെ നേരിട്ട് കാണാൻ അടിച്ച് വാരാൻ സമയം ചൂലിലൊന്നുമില്ല, കമ്പ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പ്ലാസ്റ്റിക്കിലെടുത്ത് അല്ലാത്തതും എടുത്ത്. പ്ലാസ്റ്റിക്കിലാകുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ട കെട്ടിയതുപോലെ ആവേ. മറ്റേ ചൂലാണെങ്കിൽ ഉള്ള പൊടിയെല്ലാം കൂടി തൂക്കുമ്പോൾ അതിൻ്റെ പിറകെ ആവുകയും ചെയ്യും. അത് വേണമെന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് ചെന്നപ്പോൾ ചേട്ടൻ പറഞ്ഞ പ്ലാസ്റ്റിക്കിലാണ് നല്ലത്, ഒരു ചവർകോരിയുടെ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. ചവർകോരി വീട്ടിൽ 4-5 ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതിൽ വലിയ താല്പര്യമില്ലായിരുന്നു. എങ്കിലും ഞാൻ കരുതി പ്ലാസ്റ്റിക്കിൽ തന്നെ എടുക്കാൻ. നമ്മുടെ ഡോഗി ഉള്ളതുകൊണ്ട് വലിയ രീതിയിൽ അടിച്ച് വാരലില്ലല്ലോ, ചെറുതായിട്ടല്ലേ ഒന്നുള്ളൂ. അപ്പം പെട്ടെന്നൊന്നും ചീത്തയാവില്ല. അതുകൊണ്ട് പ്ലാസ്റ്റിക്കിൽ തന്നെ എടുക്കാം. മറ്റത് പൊടി വീണ്ടും ആവും. നമ്മൾ അടിച്ച് വാരുന്നതിൻ്റെ പിറകെ അതിൽ നിന്ന് പൊടി ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതെടുത്തില്ല, പ്ലാസ്റ്റിക്കിലെടുത്തു. 2 ചൂലും ഒരു പുട്ടുപ്പൊടി, ഒരു ഇടിയപ്പത്തിൻ്റെ പൊടി കുഞ്ഞ് പാക്കറ്റാണ് എടുത്തത്. പിന്നെ ഒരു പപ്പ മസാലയും. കഴിഞ്ഞ പ്രാവശ്യം ഈ അജ്മിയുടെ തന്നെ പുട്ടുപ്പൊടി 1 കിലോ വാങ്ങിച്ചിട്ടാണ് ടിന്നിൽ തട്ടി വെച്ചു. എൻ്റെ കൈ തട്ടി ഫുൾ കളഞ്ഞു പോയത് കേട്ടോ. ഇപ്പം എന്തായാലും ചെറിയ പാക്കറ്റ് വാങ്ങിച്ചോളൂ, കളഞ്ഞാലും വിഷമമില്ല, ചെറിയ പാക്കറ്റ് എന്നുള്ളൊരു ഇതല്ലേ ഉള്ളൂ. അങ്ങനെ ഇത്രയും സാധനം വാങ്ങി മാർജിൻ ഫ്രീയിൽ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത് പച്ചക്കറി കൂടി വാങ്ങണം. പച്ചക്കറി എന്ന് പറഞ്ഞാൽ നാളെ ഇഡ്ഡലി ആയിരിക്കും. ഇഡ്ഡലിയുടെ മാവ് നല്ലതുപോലെ പൊങ്ങിയൊക്കെ വരികയാണെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ദോശ ആയിരിക്കും. ഏത് തന്നെയാണെങ്കിലും സാമ്പാർ വയ്ക്കാമെന്ന് കരുതി. സാമ്പാറും വെച്ചിട്ട് കുറച്ചേറെ ദിവസം ആവുന്നുണ്ട്. അപ്പോൾ നാളെ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ സാമ്പാറായിരിക്കും. അപ്പോൾ ഏട്ടനോട് പറഞ്ഞ് പച്ചക്കറിയുടെ വാങ്ങാമെന്ന്. നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് സാമ്പാർ അവിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു കിറ്റായിട്ട് കിട്ടും കേട്ടോ പച്ചക്കറി. നിങ്ങളങ്ങോട്ടൊക്കെ ഉണ്ടോയെന്നറിയില്ല. ട്രിവാൻഡ്രത്തുണ്ട് സാമ്പാറും അവിയലും. അതായത് ഒരു സാമ്പാർ വയ്ക്കാനുള്ള പച്ചക്കറി അതിലുണ്ടാവും, ഒരു അവിയൽ വയ്ക്കാനുള്ള കുഞ്ഞവിയലും കുഞ്ഞ് സാമ്പാറും വയ്ക്കാനുള്ള പച്ചക്കറി ഉണ്ടാവും. പച്ചക്കറിയുടെ വില അനുസരിച്ചായിരിക്കും. ചിലപ്പോൾ 100 രൂപ ആയിരിക്കും, ചിലപ്പോൾ 50 രൂപയൊന്നും ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. 80 രൂപയായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇതെല്ലാം കൂടി സെറ്റാവും. ഒരു തോരനും ഉണ്ടാവും കേട്ടോ അതിൽ. ക്യാബേജോ ക്യാരറ്റോ ബീട്രൂട്ടോ എന്തെങ്കിലും ഒരു തോരനും ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടി ഉള്ളൊരു കിറ്റ് വാങ്ങിച്ചു. അത് 100 രൂപയാണ് ഇന്നിപ്പോൾ വാങ്ങിച്ചത്. എന്നിട്ട് പൈസ കൊടുക്കാൻ പോയപ്പോഴേക്കും അവിടെ കോവയ്ക്ക ഇരിക്കുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വെജിറ്റബിൾ കോവയ്ക്കയാണ്. പക്ഷേ എപ്പം കടയിൽ നിന്ന് വാങ്ങിയാലും പഴുത്ത കോവയ്ക്കായിരിക്കും കേട്ടോ. ഇത് കണ്ടിട്ട് നല്ല കുഞ്ഞ് പിഞ്ച് കോവയ്ക്ക പോലെ ഇരുന്നു. അപ്പോൾ പിന്നെ ആ കോവയ്ക്ക വാങ്ങാമെന്ന് കരുതി
കുറച്ച് കോവയ്ക്ക വാങ്ങിയാൽ തിരിഞ്ഞപ്പോഴും നിറയെ ഉണക്കമീൻ കേട്ടോ, വലിയ അയലയുടെ ഉണക്കമീനൊക്കെ ഇരിക്കുന്നു. കണ്ടിട്ട് കൊത്തിയായിട്ട് വയ്യ. ഏട്ടനാണെങ്കിൽ കഴിക്കില്ല ഉണക്കമീൻ കറി വെച്ചാലൊന്നും. വറുത്താൽ വാളയുടെ ആണെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ കഴിക്കില്ല. കണ്ടിട്ട് കൊത്തിയായിട്ട് വയ്യ കേട്ടോ. പിന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ പിന്നെ വാങ്ങിച്ചില്ല. ഡയറ്റൂടെ ആയതുകൊണ്ട് പിന്നെ വാങ്ങിച്ചില്ല. എന്തായാലും കോവയ്ക്ക ഡയറ്റിൽ ഉൾപ്പെടുത്താം, കോവയ്ക്ക വെണ്ടയ്ക്കൊക്കെ ഉൾപ്പെടുത്താൻ പറഞ്ഞതുകൊണ്ട് കോവയ്ക്ക ധൈര്യമായിട്ട് വാങ്ങിച്ചു. അപ്പോഴേക്കും ഒരു തടിയും കോവയ്ക്കത്തി കിടക്കണം. ഞാൻ പറഞ്ഞാൽ തടിയാൻ വേണ്ട, എനിക്ക് എലുമ്പം മതി, എലുമ്പനാകുമ്പോൾ അധികം പഴുക്കാത്തതാവും എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടനോട് പറഞ്ഞ് പഴുത്തതെങ്ങാനും ആണെങ്കിൽ വെച്ചിട്ട് ഞാൻ തിരിച്ച് അതുപോലെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ആ ഉപ്പും എരിയും മുളകും ഒക്കെ ഇട്ട് കൊണ്ടുവന്നാൽ മതി, ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞൊക്കെയാണ്. നോക്കാം, നമുക്ക് വെച്ച് നോക്കാം. ചേട്ടാ അത്രയും കോൺഫിഡൻസോടു കൂടി പറയുമ്പോൾ ആ കോവയ്ക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് ഒരു സാധനം കൂടെ വാങ്ങിയില്ല. സലാഡ് വെള്ളരി എനിക്ക് കഴിഞ്ഞായിരുന്നു, അതും കൂടി വാങ്ങിയിട്ട് നേരെ വീട്ടിൽ വന്നു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അഗാരയുടെ ഇലക്ട്രിക് സ്പിൻ ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ.